പ്രശാന്ത്, ഈ കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടി ചൂരൽമലയിൽ എത്തിയത്. അപ്പോൾ ചൂരൽമലയിൽ അദ്ദേഹം എത്തുന്നത് ആ ടൗൺഷിപ്പ് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടൗൺഷിപ്പ് കേരളത്തിൻ്റെ ഹൃദയത്തിലുള്ളൊരു ടൗൺഷിപ്പായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് മനുഷ്യർ ഒരു രാത്രി കൊണ്ട് ഒലിച്ചു പോയ സ്ഥലം അത് വീണ്ടെടുക്കുകയും അവരുടെ ഒരു സാംസ്കാരിക ജീവിതത്തെ പുതുതായി നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായത് മാറി. അവിടെ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം, ഉദ്ഘാടന സമയത്തും അതിന് മുമ്പുമൊക്കെ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം കണ്ണീരണിഞ്ഞാണ് കേരളം കണ്ടത്. ശരി, ഇതുകൊണ്ടായിരിക്കണം മമ്മൂട്ടി അവിടെ വന്നത്. അപ്പോൾ മമ്മൂട്ടി അവിടെ വരുമ്പോൾ മമ്മൂട്ടിയുടെ കൺസെപ്റ്റിലും ഈ കേരളത്തിൻ്റെ മഹത്തായിട്ടുള്ള മാതൃക എന്ന് പറയുന്ന സങ്കല്പമാണ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വിവാദത്തിലാകുന്നത് അദ്ദേഹത്തിനോടൊപ്പം നടന്നിരുന്ന ഒരു CPM നേതാവിനെ അദ്ദേഹം അകറ്റുന്നു, അല്ലെങ്കിൽ ആട്ടി ഓടിക്കുന്നു എന്നൊക്കെ നിലക്കാണ് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശരിക്കും വൈറലായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പം മമ്മൂട്ടി എന്തുകൊണ്ട് ചെയ്തു? അതാണ് ചോദ്യം. അതാണ് പ്രശ്നമായി മാറിയിരിക്കുന്നത്. എന്താണ് പ്രശാന്തിന് തോന്നുന്നത്? അതിനകത്ത് നമുക്കത് പോസിറ്റീവായിട്ട് തന്നെ കാണാം. കാരണം PS മാഷ് പറഞ്ഞതുപോലെ ഒരു ദേശം മൊത്തവും ഇനി ഒന്നുമില്ല എന്ന രീതിയിൽ വിറങ്ങലിച്ചു പോയ ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന ഉരുൾപൊട്ടൽ. ഇപ്പോഴും അതിൻ്റെ വിറങ്ങലിപ്പ് നമ്മളിവിടെ ആയിരുന്നെങ്കിൽ പോലും നമുക്കൊരു ഒരാൾ പോലും ഇവിടെ ബന്ധുവില്ലെന്നെനിക്ക് പോലും നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഒരു ദേശവും അല്ലെങ്കിൽ ഒരു പ്രദേശവും മൊത്തം ഒരു കൂമ്പാരമായ ഒരു രാത്രി കൊണ്ട് മൺകൂമ്പാരമായ ഒരു നിമിഷം. അപ്പം അവിടെയുള്ള രക്ഷപ്പെട്ടവരുടെ ഒരു അവസ്ഥ അതാണ്. അതിനകത്ത് രക്ഷപ്പെട്ടവരെന്ന് പറയുമ്പോൾ അയാൾ മാത്രമായിരിക്കും. എല്ലാം നഷ്ടപ്പെട്ട് കൂട്ടവരെയും ഉടയവരെയും സമ്പത്തും അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ആ വേദനയിൽ നിൽക്കുന്ന ഒരാൾക്ക് പറഞ്ഞുകൂടായെങ്കിൽ ഇപ്പം തോന്നുന്നു ആ ഉരുൾപൊട്ടൽ നന്നായോ എന്നുള്ള രീതിയിലേക്കൊരു മാനസികാവസ്ഥയിലേക്ക് വരികയാണ്. കാരണം സാറേ, കേരളത്തിൽ ഇങ്ങനെ ഒരു മാതൃക കാണിക്കാൻ ഒരിടം അല്ലെങ്കിൽ അവസരം ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ ഇതൊരു വല്ലാത്ത മാതൃകയാണ്. കാരണം ആ ടൗൺഷിപ്പ് ആര് കണ്ടാലും മൂക്കിൽ കൈവച്ച് പോകും. ഒരുപക്ഷെ സർക്കാർ എന്തു ചെയ്യുന്നു ഇതുപോലെ പല ദുരന്തങ്ങളുടെയും പണം പിരിച്ച് ആഘോഷമാക്കിയ അല്ലെങ്കിൽ നേരല്ലാത്ത മാർഗത്തിൽ ഉപയോഗിച്ചു പോകുന്നു എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള പ്രചരണം, അതിനകത്ത് വ്യാജ പ്രചരണം വലിയ വലുപ്പത്തിൽ കാണും. കുറച്ചൊക്കെ സർക്കാർ അത് ബോധ്യപ്പെടുത്താത്തതുകൊണ്ട് സംഭവിച്ചതായിരിക്കും. പക്ഷേ ഇതിനകത്ത് ആരെതിർത്താലും എത്ര എതിർത്താലും ഇതിൻ്റെ പിറകിൽ മറവിൽ പല രാഷ്ട്രീയ പാർട്ടികളും പണം പിരിച്ചു. സാറിനറിയോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപക്ഷെ കേന്ദ്രത്തിന് ഇവിടെ ഫണ്ട് ചോദിച്ചപ്പോൾ അതിനകത്ത് കേന്ദ്രത്തിൻ്റെ ഡെക്കറോ അനുസരിച്ച് കൊടുക്കാൻ പറ്റാത്തതായിരിക്കും, കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്നത് സർക്കാർ പറഞ്ഞ രീതിയിൽ വിശാലമായിട്ടൊരു സ്ഥലം എടുക്കുന്നു. അവിടെ വിശാലമായ രീതിയിൽ ആവശ്യക്കാരുടെ അല്ലെങ്കിൽ ഇതനുസരിച്ച് വീട് പണിഞ്ഞു കൊടുക്കുന്നു. അതിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകുന്നു. ഇതുവരെ ഒരുപക്ഷെ അവർ നല്ല രീതിയിലൊക്കെ ആയിരിക്കും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി ഒരു വല്ലാത്ത ടൗൺഷിപ്പ് അല്ലെങ്കിൽ വല്ലാത്ത ഒരു രീതി. അപ്പം ഇത് കാണാൻ ലോകം കാണാത്ത ആളാണോ സാറേ മമ്മൂട്ടി? അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറച്ച് കാണാൻ നമുക്ക് പറ്റും. ലോകം മൊത്തം കണ്ടിട്ടുള്ള അത്രയ്ക്ക് വലിയൊരു സെലിബ്രിറ്റി. ഈ സെലിബ്രിറ്റി ഇത് കാണാൻ വരിക. കാരണം കാണാനുണ്ട് അവിടെ. കാരണം മമ്മൂട്ടി നേരത്തെ ഉരുൾപൊട്ടലിന് ശേഷം ആ പ്രദേശം കണ്ടു കാണുമല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ടല്ലോ. ഇപ്പോൾ ആ പ്രദേശം കാണാൻ ഉള്ള രീതിയിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എന്നവണ്ണോളം ആൾക്കാർ വന്ന് കാണാനുള്ള രീതിയിൽ ഒരുക്കുകയും അവിടുത്തെ ആൾക്കാരെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മമ്മൂട്ടി വരുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും ഞാൻ ഈ പോസിറ്റീവാണെന്ന് പറയാൻ കാര്യം പ്രധാനമായിട്ടും അവിടെ ആൾക്കാർ ചിന്തിക്കുന്നത് എന്തോ, പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് എന്തോ, അദ്ദേഹം സ്വമേധയാ ഈ ഒരു വലിയ കാര്യം നല്ല കാര്യം കാണാൻ വന്നതാണ്. ഇതെങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുമോ? ആ ഗവൺമെൻറ്റിനെ ഒന്ന് അഭിനന്ദിക്കണ്ടേ? ദൂരെ ഇരുന്ന് വാർത്ത കണ്ടാൽ പോലെ എനിക്ക് നേരിട്ടൊന്ന് പോയി കാണണമെന്ന് പറയുമ്പോൾ അവിടെ എനിക്കൊന്ന് CPMൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. അദ്ദേഹം ചെന്നതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഇതിനകത്ത് ആദ്യമായിട്ട് അവസാനം വരെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാൾ. അദ്ദേഹം ഈ വേറെ കാര്യമുണ്ട്, ഇനി മമ്മൂട്ടി ചെല്ലുമ്പോൾ CPMൻ്റെ നേതാക്കന്മാർ ചെന്നില്ലെങ്കിൽ അതും വാർത്തയാവത്തില്ലേ? അപ്പം അദ്ദേഹം ചെന്നപ്പോൾ മമ്മൂട്ടി അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ശൈലി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ആ വലിയ അല്ലെങ്കിൽ ഹൗസിംഗ് കോളനിയുടെ വലിപ്പം കുറയണ്ട, ഇതൊരു PR വർക്ക് ആണെന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം പറയുന്നത് നിങ്ങൾ എൻ്റെ പുറകിൽ നിന്ന് മാറി നടക്കും. ഞാനത് നടന്ന് കണ്ടോട്ടെ. കാരണം നാളെ കാലത്ത് ഇതിന് കഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ഇതുണ്ടാക്കിയതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഞാൻ കണ്ടതുകൊണ്ട് ഗവൺമെൻറ്റിന് ഇല്ലാതാവണ്ട.
കാരണം അത് പരസ്യമായിട്ട് തോന്നണ്ട. കാരണം സാധാരണ എങ്ങനെ തോന്നത്തില്ല, ആർക്കും തോന്നും. അതിനാ മമ്മൂട്ടി ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം അത് തന്നെയാണ്. മമ്മൂട്ടിയുടെ തന്നെ ഒരു രീതി അറിയാമല്ലോ, നമുക്കിപ്പോൾ പിയേഴ്സൺ മാഷ് ഇങ്ങനെ ഗൗരവമായിട്ടിരിക്കുന്നത്, പിയേഴ്സൺ മാഷിനെ അടുത്തറിയാൻ പറ്റാത്ത ആൾക്കാർ ഇയാളൊരു മോഹം കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ക്രൂരനാണ്. അപ്പോൾ പിയേഴ്സൺ മാഷിനെ ഇപ്പോൾ അറിയാവുന്ന എന്നെപ്പോലുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ നല്ല മനുഷ്യനില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. ദൂരെ നോക്കുന്ന ഒരാൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എല്ലാം വാർത്തയാണല്ലോ. അപ്പോൾ ഇതിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ മമ്മൂട്ടി ഈ CPM നേതാവിനെ അപമാനിച്ചു. അപ്പോഴത്തേന് CPM-ന്റെ എന്ന ഭാഗം കുറേ സൈബർ അറ്റാക്ക്, മമ്മൂട്ടി നീ ആന്നോടാ നീ ഏത് അവാർഡ് മേടിച്ചിട്ടുണ്ടോ കാര്യം ഇന്നലെ സൈബർ അറ്റാക്ക് ചെയ്തല്ലേ. അല്ല, ഇതിൻ്റെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മമ്മൂട്ടി അതിൻ്റെ ഏറ്റവും നല്ല വശം മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു CPM നേതാവ് നടന്ന് ഇത് CPM-ന്റെ പരിപാടിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് മമ്മൂട്ടി അയാൾ മാറിക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള സാധ്യത. ഇത് സൈബർ ലോകത്തേക്ക് വരുന്ന സമയത്ത് സൈബർ കടന്നലുകൾ, അവർക്ക് മമ്മൂട്ടി ആക്രമിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർ മമ്മൂട്ടി ആക്രമിക്കും, CPM-നെ ആക്രമിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർ CPM-നെ ആക്രമിക്കും, ഇനി കോൺഗ്രസിനെ BJP ആക്രമിക്കണം എന്നുള്ളവർ അങ്ങനെയും അതെല്ലാം ചെയ്യും. ഇതാണ് സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം. പക്ഷെ ഇതിനകത്ത് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അതിൻ്റെ വിശുദ്ധമായിട്ടുള്ള വശം വികൃതമാക്കപ്പെടുന്നു. മമ്മൂട്ടിയോടെ പോകുമ്പോൾ അത് വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല, അല്ലല്ല, CPM-നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ല. പക്ഷേ അത് അവസാനം അതങ്ങനെയായി മാറിത്തീരുന്നു. വികൃതമാക്കലും പ്രൊമോട്ട് ചെയ്യലുമായിട്ടത് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ഒക്കെ കണ്ടാലും ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണവും അതിൻ്റെ കൺസെപ്റ്റും എന്ന് പറയുന്നത് വളരെ മഹത്തരമാണ്. ശരിക്കും ലോകത്തിങ്ങനെ ഒരു മാതൃക നിർമ്മിക്കാൻ കേരളത്തിന് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേരളീയർ അഭിമാനിക്കേണ്ട കാര്യമാണ്. പലതരം വിവാദങ്ങൾ അതുമായിട്ടൊക്കെ ആയിട്ടുണ്ടാകും, അത് വേറൊരു വിഷയം. അതിൻ്റെ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം, അത് ചെലവഴിച്ച കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉണ്ടാകും. പക്ഷേ എത്ര വേഗത്തിൽ ആ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാനും അതേപോലെ ആ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുന്ന സമയത്ത് തന്നെ ഓരോ വീടിൻ്റെയും നിർമ്മാണ പ്രക്രിയ നമ്മൾ വളരെ കൃത്യമായിട്ട് ടെലിവിഷനിലൂടെ കണ്ടതാണ്. അത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഭൂമിയിലേക്കോ പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും തകർന്നു വീഴാതെ പറ്റുന്ന തരത്തിൽ അത്ര അടിത്തറയിട്ട് താഴേക്ക് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു തട്ടിപ്പുമില്ലാത്ത, പണിയിലൊരു തട്ടിപ്പുമില്ല. ഇവർക്ക് വേണമെങ്കിൽ കണക്കിൽ തട്ടിപ്പുകളെ കുറിച്ച് പറയാം, പക്ഷെ പണിയൊരു തട്ടിപ്പില്ല. വളരെ കൃത്യമായ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകൾ എന്ന് പറയുന്നത് മാതൃകാ വീടുകളാണ്. മാത്രമല്ല അത് മാതൃകാ സംവിധാനമായി എന്നും നിൽക്കാൻ കെൽപ്പുള്ളതുമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് സർക്കാരിൻ്റെ സംവിധാനമാണ്, CPM-ന്റെ സംവിധാനമായിട്ട് കാര്യമേ ഇല്ല. സർക്കാരിന്റെ സംവിധാനമാണ്. സാധാരണക്കാരൻ എല്ലാവരുടെയും കൂടെ പണം സ്വരുക്കൂട്ടിയതാണ്. അല്ലെങ്കിൽ അവരുടെ ഇതിന്റെ നടത്തിപ്പിലൊക്കെ CPM-ന്റെ മുൻകൈ വേണം, അത് വേണം. അല്ല, അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കുറച്ച് അവർക്ക് കിട്ടും. അത് അതിനകത്ത് ഇതെല്ലാവരും കാണേണ്ടത് സർക്കാരിന്റെ ഒരു പ്രൊജക്റ്റ് ആണ് എന്നാണ്. സർക്കാർ പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും ഇതുവരുത്ത പൊതുജനത്തിന്റെ ഫണ്ടാണ്, കേരളത്തിൻ്റെ ഫണ്ടാണ്, സാധാരണക്കാരൻ്റെ ഫണ്ടാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മറിച്ചൊരു കാര്യം കൂടി പറയാൻ നിർത്താൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ പിരിച്ചതാ കോൺഗ്രസ്. വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പണം, സ്ഥലം മേടിച്ച് ഇട്ട് കല്ലിട്ട് ആൾക്കാരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പണം പിരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, മുസ്ലിം ലീഗ് ഇവിടെ ഭവനം പണിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഭവനം പണിയാത്തതിന് കാരണം, കോൺഗ്രസ് മേടിച്ച ഭൂമിയിൽ ഭവനം പണിയാത്തതിന് കാരണം ആന കയറുന്ന സ്ഥലം, ആൾക്കാർക്ക് താമസിക്കാൻ കൊല്ലാത്ത സ്ഥലം, പണിയാൻ താല്പര്യമില്ലാത്ത രീതിയിൽ കൊണ്ട് അവിടെ കിടക്കുന്നു. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് പിയേഴ്സൺ മാഷ് ശ്രദ്ധിച്ചായിരുന്നു, ഞങ്ങൾ പണിയുന്നുണ്ട്, ഞങ്ങളവിടെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ പണിയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു കൊടുക്കും, അവർ ചെയ്തു കൊടുക്കും. അല്ല, ഇതിനകത്ത് ഈ സംഭവത്തിൽ നഷ്ടം കോൺഗ്രസിനാണ്. അതെ, കാരണം കോൺഗ്രസ് അത് കൃത്യമായിട്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല സ്ഥലം വാങ്ങിക്കേണ്ടത്. നേരത്തെ സ്ഥലം വാങ്ങിക്കുകയും വീട് നിർമ്മിക്കുകയും ഒക്കെ ചെയ്യണമായിരുന്നു. അതല്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും സർക്കാരിലേക്ക് ഫണ്ട് കൊടുത്ത് സർക്കാരിനെ കൊണ്ട് തന്നെ വീട് പണിയിപ്പിക്കുന്നത്. അത് ഫണ്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ട എന്ന് പറയുക. ഇത് അവർക്ക് എന്തായാലും നഷ്ടക്കച്ചവടമായി പോയി അവിടെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് അവിടെ പണിയും,
അവർക്ക് അതിന് കഴിയും, അവർ പണിഞ്ഞ് തീർക്കാറില്ല. അവരത് ചെയ്തു, അവരുടെ പൂർത്തീകരിച്ച് അവരുടെ രീതികളിൽ അത് അവതരിപ്പിച്ചു. എന്നിട്ട് അവരന്ന് പറഞ്ഞത് അത് നമ്മൾ പറയുമ്പോൾ അതാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ഭവനം പണിയുന്നതിന് എല്ലാവിധ സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി, ഒരു തടസ്സവും ഉണ്ടായില്ല. അത് പ്രതിപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്, കാരണം ശരിയായ കാര്യമല്ലേ പറയേണ്ടത്. അപ്പം പണിയേണ്ടവന് പണിയാൻ പറ്റുന്ന അവസരങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. വേറെ ആരെങ്കിലും ആണെങ്കിൽ വിചാരിച്ചാൽ മതിയല്ലോ, അവർ പണിഞ്ഞാൽ നമുക്ക് ഡീമെറിറ്റ് ഉണ്ടാവും, ഗവൺമെൻറ് കുഴപ്പമുണ്ടാവും, പണിയണ്ട. പക്ഷെ അങ്ങനെയല്ലോ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് കാണിക്കുന്നത് നെറികേടാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് പിരിച്ചു ഫണ്ട്, ആ ഫണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത വരുന്നത് ശരിയാണെങ്കിൽ മാങ്കൂട്ടം സ്വന്തം കേസ് നടത്തിപ്പിന് ഉപയോഗിച്ചെന്നാണ്. ഇപ്പം ഇതിൻ്റെ ഫണ്ടും എവിടാണ്, എങ്ങനെയാണ്, എത്രയാണ്, എങ്ങോട്ട് പോയെന്നറിയത്തില്ല. കോൺഗ്രസ് ഇതുവരെ പറഞ്ഞതല്ലാതെ ഇവിടെ നിന്നല്ല പലയിടത്തും ഒരു വീടും പണിഞ്ഞു കൊടുത്ത ചരിത്രവും ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.